18ാം നൂറ്റാണ്ടിലെ കേരളം. അവിടെ നിന്ന് കരിയാറ്റിൽ മൽപ്പാൻ, പാറേമാക്കൽ തോമാക്കത്തനാർ, ഈ രണ്ട് പുരോഹിതർ തങ്ങളുടെ സഭയുടെ നിലനിൽപ്പിനായുള്ള ഒരു ദൗത്യവുമായി കടലുകൾ താണ്ടി യൂറോപ്പിലേക്ക് പുറപ്പെട്ട കഥയാണ് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത്. അതെ. ഇന്ന് നമ്മൾ ആ യാത്രയുടെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മാസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ എത്തിയിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ 2 അധികാര കേന്ദ്രങ്ങൾ, പോർച്ചുഗലിലെ ലിസ്ബണിലും റോമിലും. അവിടെയാണ് അവരുടെ പോരാട്ടം തുടങ്ങാൻ പോകുന്നത്. ഇതൊരു സാധാരണ തീർത്ഥയാത്രയല്ല. നിങ്ങൾ ഓർക്കണം, ഇതൊരു അതിസാഹസികമായ നയതന്ത്ര ദൗത്യമാണ്. ശരിയാണ്. മലബാർ സഭയുടെ ഭാവിയും സ്വയം ഭരണവും സംരക്ഷിക്കുക, അതാണ് ലക്ഷ്യം. പ്രധാനമായും 2 കാര്യങ്ങൾ. എന്തൊക്കെയായിരുന്നു അത്? ഒന്ന്, സഭയിൽ നിന്നും വേർപിരിഞ്ഞുപോയ മാർത്തോമ ആറാമനെയും അദ്ദേഹത്തിന്റെ 10,000-കണക്കിന് അനുയായികളെയും കത്തോലിക്ക സഭയിലേക്ക് തിരികെ കൊണ്ടുവരണം. അതിനൊരു വഴിയൊരുക്കുക. ഓക്കേ. 2, തങ്ങളുടെ സഭയെ ഭരിക്കാൻ ഈ വിദേശികരായ മെത്രാന്മാർക്ക് പകരം തങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരാളെ ലഭിക്കുക. ഈ കഥ മുഴുവൻ ഇത്ര വിശദമായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ യാത്രയിൽ പങ്കെടുത്ത തോമാക്കത്തനാർ തന്നെ ഒരു ഡയറി പോലെ എല്ലാം എഴുതിവെച്ചതുകൊണ്ടാണ്. അതെ, വർത്തമാന പുസ്തകം. ആ പുസ്തകമാണ് നമ്മുടെ പ്രധാന സോഴ്സ്. അതുകൊണ്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത് അവരുടെ പോരാട്ടങ്ങളുടെയും പ്രതീക്ഷകളുടെയും ചതികളുടെയുമെല്ലാം ഒരു ഒന്നാന്തരം വിവരണമാണ്. തീർച്ചയായും. ശരിക്കും ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ പോലെയാണ് ആ പുസ്തകത്തിലെ ഈ ഭാഗങ്ങൾ. അപ്പോൾ അവർ ആദ്യം കപ്പലിറങ്ങുന്നത് ലിസ്ബണിലാണ്. ലിസ്ബണിൽ. അവിടെ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ പാദ്രി കായത്താനോ എന്നൊരാളെ കാണാൻ പോകുന്നത്. പക്ഷേ അവിടെ വെച്ച് തന്നെ ആദ്യത്തെ തിരിച്ചടി കിട്ടി. അതെ, അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? കൊടുങ്ങല്ലൂർ രൂപതയുടെ പുതിയ മെത്രാപ്പൊലിത്തയായി പോർച്ചുഗൽ രാജ്ഞി ഒരു ഗോവൻ പാതിരിയെ നാമനിർദ്ദേശം ചെയ്തു എന്ന വാർത്തയാണ് കായത്താനോ അവരെ അറിയിച്ചത്. അയ്യോ! ഇത് കേട്ടതും അവരുടെ എല്ലാ പദ്ധതികളും തകർന്നതുപോലെയായി. കാരണം അവർ പോകുന്നത് തന്നെ തങ്ങളിൽ നിന്നൊരാളെ മെത്രാനാക്കണം എന്നു പറയാനാണല്ലോ. അതെ, ആ ആവശ്യം ഉന്നയിക്കാൻ പോകുമ്പോഴാണ് മറ്റൊരു വിദേശിയെ ആ സ്ഥാനത്ത് ഉറപ്പിച്ചു എന്ന വാർത്ത വരുന്നത്. തോമാക്കത്തനാർ എഴുതുന്നത് ആ വാർത്ത കേട്ട് തങ്ങൾ ആകെ ആശയക്കുഴപ്പത്തിലായി എന്നാണ്. ദൗത്യം തുടങ്ങുന്നതിന് മുൻപേ അവസാനിച്ചു എന്ന് തോന്നുന്ന ഒരു നിമിഷം. അതെ. ആ സമയത്ത് അവർക്ക് അപ്രതീക്ഷിതമായി ഒരാളിൽ നിന്ന് ഒരു ഉപദേശം കിട്ടിയെന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അതൊരു രസകരമായ സംഭവമാണ്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ സംശയിച്ചു നിൽക്കുമ്പോൾ അവർ യാത്ര ചെയ്ത കപ്പലിലെ ആശാരിയായിരുന്ന ജർമ്മൻ എന്നൊരാൾ അവരെ കാണാൻ വന്നു. ഓ! അദ്ദേഹം പറഞ്ഞു, ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഇവിടെ വരെ എത്തിയത് ഈ ദൗത്യം പൂർത്തിയാക്കാനാണ്. ഒരു മോശം വാർത്ത കേട്ട് പിന്മാറരുത്. ധൈര്യമായി രാജ്ഞിയെ കണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കണം. ഒരു സാധാരണക്കാരന്റെ വാക്ക്. അതെ, ആ വാക്കുകൾ അവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകി. ചേപ്പോ അങ്ങനെയുള്ള ചെറിയ നിമിഷങ്ങളായിരിക്കും വലിയ തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നത്, അല്ലേ? ശരിയാണ്. അങ്ങനെ അവർ പോർച്ചുഗീസ് രാജ്ഞിക്ക് ഒരു നിവേദനം നൽകാൻ തീരുമാനിച്ചു. 6 പ്രധാന ആവശ്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. 6 കാര്യങ്ങൾ. എന്തൊക്കെയായിരുന്നു അവ? അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇവയായിരുന്നു. 1, മാർത്തോമ ആറാമന്റെ സഭാ പുനരൈക്യത്തെ സഹായിക്കുക. 2, പണ്ട് അടച്ചുപൂട്ടിയ തങ്ങളുടെ പഴയ സെമിനാരി പുനഃസ്ഥാപിക്കുക. ഓക്കേ. പിന്നെ 3ാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ആവശ്യം ഇതായിരുന്നു: തദ്ദേശീയനായ ഒരു ആർച്ച് ഡീക്കനെ, അതായത് ഒരു വികാരി ജനറലിനെ നിയമിക്കുക. ഈ ആർച്ച് ഡീക്കൻ എന്ന പദവിക്ക് അന്ന് മലബാർ സഭയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നോ? അത് വെറുമൊരു വികാരി ജനറൽ പദവിയായിരുന്നോ? അല്ലല്ല, അതിനപ്പുറം പ്രാധാന്യമുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിദേശമിത്രാന്മാർ വരുന്നതിന് മുൻപ് നൂറ്റാണ്ടുകളോളം നസ്രാണി സമുദായത്തിന്റെ ഭൗതികവും ആത്മീയവുമായ നേതൃത്വം ഈ ആർച്ച് ഡീക്കന്റെ കയ്യിലായിരുന്നു. അപ്പൊ അതൊരു പരമ്പരാഗത അധികാര കേന്ദ്രമാണ്. കൃത്യം. അതുകൊണ്ട് തദ്ദേശീയനായ ഒരു ആർച്ച് ഡീക്കനെ ആവശ്യപ്പെടുന്നതിലൂടെ അവർ തങ്ങളുടെ പാരമ്പര്യമായ അധികാരവും സ്വയംഭരണവും തിരികെ ആവശ്യപ്പെടുകയായിരുന്നു. ശരി. നിവേദനത്തിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട്, വിദേശികളായ മേലധികാരികൾ ഞങ്ങളുടെ ശത്രുക്കളെപ്പോലെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സഭയുടെ ഐക്യത്തിന് ഞങ്ങളിൽ നിന്നുള്ള ഒരു നേതാവ് അത്യാവശ്യമാണ്. ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ കാര്യം. അവർ തങ്ങളിൽ നിന്നൊരാളെ മെത്രാനായി നിയമിക്കണം എന്ന് നേരിട്ട് ആവശ്യപ്പെടുന്നില്ല. ഇല്ല. പകരം ഒരു പോർച്ചുഗീസുകാരനായ മെത്രാനെ നിയമിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഒരു വിചിത്രമായ ആവശ്യം. അതൊരു തന്ത്രമായിരുന്നോ? അതൊരു ഒന്നാന്തരം രാഷ്ട്രീയ ബുദ്ധിയായിരുന്നു. ഓഹോ. അതിന്റെ കാരണം ഇതാണ്. അക്കാലത്ത് മലബാർ സഭയിൽ ഭരണം നടത്തിയിരുന്നത് പ്രധാനമായും കർമ്മലിത്ത മിഷണറിമാരായിരുന്നു. അവരുമായിട്ടായിരുന്നു ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. ശരി.
അപ്പോൾ ഒരു സന്യാസ സമൂഹത്തിൽ നിന്നുള്ള ആരും വേണ്ട എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഗോവയിൽ നിന്നുള്ള കാനറിൻ പുരോഹിതരുമായി അവർക്ക് സാംസ്കാരികമായ വ്യത്യാസങ്ങളുമുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണ്? രാജ്ഞിയുടെ നേരിട്ടുള്ള അധികാരത്തിലുള്ള ഒരു സന്യാസ സമൂഹത്തിലും പെടാത്ത ഒരു പോർച്ചുഗീസുകാരൻ. ആഹാ. ഇത് കർമ്മലീത്താക്കാരുടെ അധികാരം കുറയ്ക്കാനും തങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണമുള്ള ഒരാളെ കൊണ്ടുവരാനും സഹായിക്കുമെന്നവർ കണക്കുകൂട്ടി. ശരിക്കും യൂറോപ്യൻ ശക്തികൾക്കിടയിലെ മത്സരത്തെ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ളൊരു ശ്രമമായിരുന്നു അത്. കൊള്ളാം. അപ്പൊ രാജ്ഞിയുടെയും രാജാവിന്റെയും പ്രതികരണം എങ്ങനെയായിരുന്നു? തുടക്കത്തിൽ വളരെ അനുകൂലമായിരുന്നു. അവർ ഈ പുരോഹിതരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അതവർക്ക് വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ടാവും. തീർച്ചയായും. അങ്ങനെ ലിസ്ബണിലെ രാജകൊട്ടാരത്തിൽ നിന്ന് അനുകൂലമായ വാക്കുകൾ കിട്ടിയപ്പോൾ ഒരുപക്ഷെ അവർക്ക് ആശ്വാസം തോന്നിയിരിക്കാം. തങ്ങളുടെ ദൗത്യം വിജയിക്കാൻ പോകുന്നുവെന്ന ഒരു ചെറിയ പ്രതീക്ഷ. അതെ. പക്ഷേ അധികാരത്തിന്റെ യഥാർത്ഥ കേന്ദ്രമായ റോമിലേക്കുള്ള വഴിയിൽ ആ പ്രതീക്ഷയുടെ ചിറകരിയാൻ പോകുന്ന ഒരു വാർത്തയാണ് അവരെ കാത്തിരുന്നത്. അതൊരു വലിയ ആഘാതമായിരുന്നു. ലിസ്ബണിൽ നിന്ന് ജനീവ വഴി അവർ റോമിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ യാത്രക്കിടയിലാണ് അവർ ആ വാർത്ത കേൾക്കുന്നത്. എന്തായിരുന്നു അത്? മലബാറിൽ വെച്ച് തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന, സഭായോഗം പടിയോല ഇറക്കി വിലക്കിയിരുന്ന പാതിരി ജോൺ ഓഫ് സെന്റ് മാർഗരറ്റിനെ മലബാറിലെ പുതിയ വികാരി അപ്പസ്തോലിക്കയായി റോം നിയമിച്ചിരിക്കുന്നു. അവിശ്വസനീയം. അവർ ആർക്കെതിരെയാണോ പരാതിപ്പെടാൻ പോകുന്നത്? അതെ, ആ ആൾ തന്നെ. ആ ആൾ തന്നെ അധികാരത്തിൽ വന്നിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇതിന്റെ പിന്നിലെ കളികളെപ്പറ്റി തോമാ കത്തനാർ പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ടല്ലോ. വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ പാതിരി ജോൺ നേരത്തെ തന്നെ റോമിലെത്തിയിരുന്നു. അയാൾ അവിടെയുള്ള അധികാരികളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. എനിക്ക് മലബാറിലെ കാര്യങ്ങൾ നന്നായി അറിയാം, എനിക്ക് അവിടുത്തെ ഭാഷയറിയാം, ഞാനൊരു സമാധാനപ്രേമിയാണ്. വിനയം നടിച്ചു. അതെ. യഥാർത്ഥത്തിൽ മലബാറിലെ പ്രശ്നങ്ങളുടെയെല്ലാം ഒരു പ്രധാന കാരണം ഇയാളായിരുന്നിട്ടും തികഞ്ഞ വിനയം നടിച്ച് അയാൾ തന്ത്രപരമായി ആ സ്ഥാനം നേടിയെടുത്തു. റോമിലെ അധികാരികളെ, പ്രത്യേകിച്ച് പ്രൊപ്പഗാണ്ടയിലെ സെക്രട്ടറി മോൺസിഞ്ഞോർ ബോർജിയയെ അയാൾ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചു. ഒരു മിനിറ്റ്. ഈ പ്രൊപ്പഗാണ്ട എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്നു കരുതുന്ന പോലത്തെ പ്രചാരണമല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നു റോമിലെ ഈ സംവിധാനം? വളരെ നല്ല ചോദ്യം. നിങ്ങൾക്കത് മനസ്സിലാകാൻ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനി പോലെ സങ്കൽപ്പിച്ചാൽ മതി. വത്തിക്കാനാണ് ഹെഡ് ഓഫീസ് എങ്കിൽ. ഓക്കെ. ലോകമെമ്പാടുമുള്ള മിഷണറി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അതിന്റെ ഏറ്റവും ശക്തമായ ഡിപ്പാർട്ട്മെന്റായിരുന്നു കോൺഗ്രിഗേറ്റോ ഡെ പ്രൊപ്പഗാണ്ട ഫീദെ, അഥവാ പ്രൊപ്പഗാണ്ട. മനസ്സിലായി. അന്ന് മലബാർ സഭ പോലുള്ള മിഷൻ പ്രദേശങ്ങളെല്ലാം ഇവരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. അതുകൊണ്ട് അവരുടെ അനുവാദമില്ലാതെ അവിടെ ഒരു ഇല പോലും അനങ്ങില്ലായിരുന്നു. അപ്പോ ആ ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിയെയാണ് പാതിരി ജോൺ കയ്യിലെടുത്തത്. അതെ. ആ പാതിരി ജോൺ ഇവർക്കൊരു കത്തയച്ച കാര്യവും പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതൊരു തരം മനഃശാസ്ത്രപരമായ കളിയായിരുന്നു അല്ലേ? അതെ. ഇവര് റോമിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ പുറമേ സൗഹൃദം നടിച്ചുകൊണ്ട് അയാളൊരു കത്തയച്ചു. നിങ്ങൾ വരുന്നത് എനിക്കറിയാം, നമുക്ക് ഒരുമിച്ച് സഭയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാം എന്നൊക്കെയായിരുന്നു കത്തിൽ. പക്ഷേ അതൊരു കെണിയായിരുന്നു. ഒരു കെണി. വിവരങ്ങൾ ചോർത്താനും ഇവരെ തന്റെ പക്ഷത്താക്കാനുമുള്ള ഒരു കെണിയായിരുന്നു എന്ന് തോമാ കത്തനാർ തിരിച്ചറിഞ്ഞു. ആ സമയമായപ്പോഴേക്കും തങ്ങൾ എത്ര വലിയ ചതിക്കുഴികളിലേക്കാണ് നടക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി തുടങ്ങിയിരുന്നു. അപ്പോൾ തങ്ങളുടെ പ്രധാന എതിരാളി അധികാരത്തിലെത്തിയെന്നറിഞ്ഞുകൊണ്ടാണ് അവർ ഒടുവിൽ റോമിൽ കാലുകുത്തുന്നത്. അതെ. അവിടുത്തെ സ്വീകരണം എങ്ങനെയായിരുന്നു? വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ കുറഞ്ഞുപോകും. ശരിക്കും ഞെട്ടിക്കുന്ന സ്വീകരണമായിരുന്നു. അവർ പ്രൊപ്പഗാണ്ടയുടെ തലവനായ കാർഡിനൽ കാസ്റ്റില്ലിയെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ആക്രോശിക്കുകയാണ് ചെയ്തത്. ആക്രോശിക്കുകയോ? അതെ. തോമാ കത്തനാർ അതേപടി എഴുതിയിട്ടുണ്ട്. കാർഡിനൽ പറഞ്ഞത്, നായയെപ്പോലെ നിങ്ങൾ ഇവിടെ നിന്ന് ഓടിക്കുമെന്നാണ്. അവിശ്വസനീയം. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ജീവൻ പണയം വെച്ച് അവിടെ എത്തിയവരോട് ഇങ്ങനെ പെരുമാറാൻ മാത്രം എന്തു പ്രകോപനമാണവരുണ്ടാക്കിയത്? ഒരു പ്രകോപനവുമില്ല. പിന്നെ എന്തായിരുന്നു ഈ കഠിനമായ എതിർപ്പിന്റെയെല്ലാം യഥാർത്ഥ കാരണം? അത് അധികാരത്തിന്റെ ധാർഷ്ട്യം. തുടക്കത്തിലെ ഭയപ്പെടുത്തി ഒതുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത്. യഥാർത്ഥ കാരണം പിന്നീട് മോൺസിഞ്ഞോർ ബോർജിയയുമായുള്ള ചർച്ചകളിലാണ് വ്യക്തമായത്. എന്തായിരുന്നു അത്? അത് വിശ്വാസത്തിന്റെ പ്രശ്നമായിരുന്നില്ല, പച്ചയായ അധികാരത്തിന്റെ പ്രശ്നമായിരുന്നു. അവരുടെ ഭയം ഇതായിരുന്നു: മാർത്തോമാറാമനും അദ്ദേഹത്തിന്റെ 80,000-ഓളം വരുന്ന അനുയായികളും കത്തോലിക്കാ സഭയിലേക്ക് തിരികെ വന്നാൽ മലബാർ സഭയുടെ മേലുള്ള
പ്രൊപ്പഗാൻഡയുടെ അധികാരം നഷ്ടപ്പെടുമോ? ഓ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹെഡ് ഓഫീസും അതിന്റെ ഒരു പഴയ റീജിയണൽ ബ്രാഞ്ചും തമ്മിലുള്ള അധികാരത്തർക്കം പോലെയാണ്, അല്ലേ? കൃത്യം, നിങ്ങൾ പറഞ്ഞു തന്നെയാണ് സംഭവിച്ചത്. ആ ബ്രാഞ്ച് കൂടുതൽ ശക്തരാകുന്നത് ഹെഡ് ഓഫീസിലെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതേ മനോഭാവം അത് ബോർജിയുടെ ഒരു ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹം മൽപ്പാനോട് നേരിട്ട് ചോദിച്ചു, മലബാറുകാർക്ക് സ്വന്തമായൊരു മെത്രാനുണ്ടായാൽ പിന്നെ നിങ്ങളെ ആര് ഭരിക്കും? ആ ചോദ്യത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. എല്ലാമുണ്ട്. ഭരിക്കാനുള്ള അവകാശം തങ്ങൾക്ക് മാത്രമാണെന്ന് ചിന്ത. ഈ പ്രതികൂല സാഹചര്യത്തിലും അവർക്ക് മാർപ്പാപ്പയെ നേരിൽ കാണാൻ സാധിച്ചല്ലോ. ആ കൂടിക്കാഴ്ച ഒരു വഴിത്തിരിവാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായും. അതായിരുന്നു അവരുടെ അവസാനത്തെ പ്രതീക്ഷ. പയസ് ആറാമൻ മാർപ്പാപ്പയെ കണ്ട് അവർ തങ്ങളുടെ പരാതികളും മാർത്തോമ ആറാമൻ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള വിശ്വാസപ്രഖ്യാപനവുമടങ്ങിയ ഒരു പുസ്തകം സമർപ്പിച്ചു. എന്നിട്ട് എന്നാൽ സംഭവിച്ചത് ഏറ്റവും വലിയ നിരാശയാണ്. മാർപ്പാപ്പ ആ പുസ്തകം വാങ്ങി അത് തുറന്നു നോക്കുക പോലും ചെയ്യാതെ നേരെ അവരുടെ പ്രധാന എതിരാളിയായ മോൺസിഞ്ഞോർ ബോർജിയുടെ കയ്യിൽ കൊടുത്തു. തങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് അവർക്ക് ആ നിമിഷം തോന്നിയിട്ടുണ്ടാകണം. തങ്ങളുടെ വാദങ്ങൾ കേൾക്കാൻ ലോകത്ത് ആരുമില്ല എന്നൊരവസ്ഥ. അതെ, തങ്ങളെ മാർപ്പാപ്പ പോലും എത്രത്തോളം അവിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ നീക്കം. പക്ഷേ അവർ അവിടെയും തളർന്നില്ല. ഇല്ലേ? റോമിലെ അധികാരക്കളികളിൽ അവർ തങ്ങളുടേതായ ഒരു കരുനീക്കി. ഒരു പുതിയൊരു സഖ്യകക്ഷിയെ അവർ കണ്ടെത്തി. ആരായിരുന്നു അത്? പോർച്ചുഗീസ് അംബാസഡർ. ആഹാ. അതായിരുന്നു റോമിലെ ഏറ്റവും നിർണായകവും ബുദ്ധിപരമായ നീക്കം. അവർ നേരെ അംബാസഡറെ ചെന്ന് കണ്ടു. എന്നിട്ട് കാര്യം പറഞ്ഞു. ഞങ്ങളുടെ ശത്രുവായ പാതിരി ജോണിനെ ഞങ്ങളുടെ നാട്ടിലേക്ക് അയക്കാൻ റോം തീരുമാനിച്ചിരിക്കുന്നു. ഇത് പോർച്ചുഗൽ രാജ്ഞിയുടെ അധികാരത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. കാരണം അന്ന് കൊടുങ്ങല്ലൂർ രൂപതയുടെ മേൽ പോർച്ചുഗലിനും ഒരവകാശമുണ്ടായിരുന്നു. അതെ. കൊള്ളാം. അവർ പ്രൊപ്പഗാൻഡയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ പോർച്ചുഗലിന്റെ അധികാരത്തെ ഉപയോഗിച്ചു. എന്നിട്ടെന്ത് സംഭവിച്ചു? അംബാസഡർ ഉടൻ തന്നെ മാർപ്പാപ്പയെ നേരിൽ കണ്ടു. വെറും കൈയോടെയല്ല പോയത്. മലബാർ സഭ പാതിരി ജോണിനെതിരെ പുറപ്പെടുവിച്ച പടിയോലയും പോർച്ചുഗൽ രാജ്ഞി മൽപ്പാൻ നൽകിയ കത്തുകളും അദ്ദേഹം മാർപ്പാപ്പയെ കാണിച്ചു. ഓഹോ. ഇതെല്ലാം കണ്ട മാർപ്പാപ്പ ഞെട്ടിപ്പോയി. തന്റെ ഉദ്യോഗസ്ഥർ തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിനും മനസ്സിലായി. ഉടൻ തന്നെ പാതിരി ജോണിന്റെ നിയമനം റദ്ദാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അതൊരു ഗംഭീര നയതന്ത്ര വിജയമായിരുന്നു. ശത്രുവിനെ അവർ പരാജയപ്പെടുത്തി. അതെ, ഒരു യുദ്ധം ജയിച്ചു. എന്നാൽ അവരുടെ പ്രധാന ലക്ഷ്യമായ മാർത്തോമ ആറാമന്റെയും അനുയായികളുടെയും സഭാ പുനരൈക്യത്തിന്റെ കാര്യത്തിൽ എന്തു സംഭവിച്ചു? അവിടെ അവർ പരാജയപ്പെട്ടു. പ്രൊപ്പഗാൻഡയിലെ പുതിയ തലവനായി വന്ന കാർഡിനൽ ആന്റണല്ലി മറ്റൊരു തന്ത്രം പ്രയോഗിച്ചു. എന്തായിരുന്നു അത്? അദ്ദേഹം മാർത്തോമയുടെ വിശ്വാസപ്രഖ്യാപനം എടുത്ത് അതിൽ സാങ്കേതികമായ പിഴവുകൾ കണ്ടെത്താൻ തുടങ്ങി. പുരാതനമായ ചില വിശ്വാസപ്രമാണങ്ങൾ അതിലില്ല, ചില വാക്കുകൾ ശരിയല്ല എന്നൊക്കെയായിരുന്നു വാദം. കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി. അതെ. മൽപ്പാൻ അതിനെല്ലാം വ്യക്തവും പാണ്ഡിത്യപരമായ മറുപടികൾ നൽകിയെങ്കിലും റോം വഴങ്ങിയില്ല. അപ്പോൾ അന്തിമ തീരുമാനം എന്തായിരുന്നു? അവസാനം റോം ഒരു ഒഴുക്കൻ മറുപടിയാണ് നൽകിയത്. മാർത്തോമയുടെ വിഷയം കൊച്ചിയിലെ മെത്രാൻ അന്വേഷിക്കട്ടെ എന്നായിരുന്നു തീരുമാനം. അത് വിഷയം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രം. അതെ, തൽക്കാലം തലയൂരാനുള്ളൊരു തന്ത്രം മാത്രം. ഫലത്തിൽ അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് പരാജയപ്പെട്ടു. അങ്ങനെ നീണ്ട പോരാട്ടങ്ങൾക്ക് ശേഷം ഒരു ഭാഗിക വിജയവുമായി അവർ റോമിൽ നിന്ന് മടങ്ങുന്നു. തങ്ങളുടെ പ്രധാന ശത്രുവിനെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ കഴിഞ്ഞു. പക്ഷേ തങ്ങളുടെ സഭയെ ഒന്നിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യം നേടാനായില്ല. അതെ. 1780 ജൂൺ മാസത്തിൽ അവർ ലിസ്ബണിലേക്ക് മടങ്ങി. റോമിലെ അധികാരത്തിന്റെ ഇടനാഴികളിൽ എങ്ങനെ തന്ത്രപരമായി നീങ്ങണമെന്നവർ പഠിച്ചു. ഒരു നിർണായക പ്രതിരോധം തീർക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ റോമിലെ ആ വലിയ അധികാര വ്യവസ്ഥയെ മറികടന്ന് തങ്ങളുടെ ക്രിയാത്മകമായ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി നേടാൻ അവർക്ക് സാധിച്ചില്ല. ഈ വിവരണം നമുക്ക് നൽകുന്ന പ്രധാന പാഠം 18-ാം നൂറ്റാണ്ടിലെ ഒരു പ്രാദേശിക സഭയുടെ അഭിലാഷങ്ങൾ റോമിലെയും പോർച്ചുഗലിലെയും ആഗോള അധികാര രാഷ്ട്രീയവുമായി ഏറ്റുമുട്ടിയതിന്റെ ഒരു നേർക്കാഴ്ചയാണ്. ശരിയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും, ഇത് വെറുമൊരു മതപരമായ വിഷയമല്ല. ഇത് അതിജീവനത്തിന്റെയും നയതന്ത്രത്തിന്റെയും കൊളോണിയൽ കാലഘട്ടത്തിലെ അധികാര വടംവലിയുടെയുമെല്ലാം കഥയാണ്. അവർ റോം വിട്ടെങ്കിലും കഥ അവസാനിക്കുന്നില്ല. റോമിൽ നിന്നുള്ള ആ അവ്യക്തമായ മറുപടിയുമായി അവർ മടങ്ങുന്നത് ലിസ്ബണിലേക്കാണ്. അവിടെ പോർച്ചുഗൽ രാജ്ഞിയുടെ പിന്തുണ ഇപ്പോഴും അവർക്കുണ്ട്. ശരി. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. റോമിൽ വെച്ച് നേടിയ ഈ ഭാഗിക വിജയം ഒരു ആയുധമായി ഉപയോഗിച്ച് റോം നീട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ പോർച്ചുഗലിൽ ഒരു പുതിയ നീക്കം നടത്താൻ അവർക്ക് കഴിയുമോ?
അതോ മലബാറിലെ തങ്ങളുടെ ശത്രുക്കൾ അടുത്ത എന്ത് ചതിയാണ് അവർക്കായി ഒരുക്കിവച്ചിരിക്കുന്നത്? ആ യാത്രയുടെ അടുത്ത ഘട്ടം ഇതിലും നാടകീയമാണ്.